എനിക്ക് ഈ കുളം ഓർമ്മയുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇതിനകത്തുനിന്ന് നേരത്തെ മീൻ പിടിച്ചിട്ടുള്ളത്. ഗൈസ്, മീൻ പെട്ടെന്ന് നമുക്ക് ഇനി അതിനെടുത്ത് വേറൊരു ജാറിലേക്ക് മാറ്റാം. നമുക്കിന്ന് ഒരു മീനെ പിടിച്ചാലോ? ഇത് ഒരു 3-4 വർഷമായിട്ട് കിടക്കുന്ന കുളമാണ്. നമുക്ക് ഈ കുളം ഇനി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലെ മീനെ നമുക്ക് പിടിക്കണം. സോ നമുക്ക് നോക്കാം മീൻ എത്ര എണ്ണം ഉണ്ട് ഇതിനകത്തുനിന്ന്. ഈ കുളത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സബ്മർസിബിൾ പമ്പായിരുന്നു. ഇതിൽ നിന്നായിരുന്നു നമ്മൾ വെള്ളം ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, വെള്ളം മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഈ കുളം നീക്കേണ്ടതായിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീനുകളെ ഇവിടുന്ന് മാറ്റുന്നത്. കുളം നിർമ്മിക്കുന്ന ടൈമിലെ വീഡിയോസ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡിൽ നമ്മളിങ്ങനെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് തോന്നിയതാണ് ഒരു കുളം അങ്ങ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പടുതാക്കുളം ചെയ്തത്. ഇതിനകത്ത് എല്ലാ വെറൈറ്റി മീനുകളും ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കിത് ഇവിടുന്ന് സ്ഥല സൗകര്യം കുറവ് കാരണം നമുക്ക് ഇവിടുന്ന് ഇത് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. സോ അതിനായിട്ടാണ് ഇപ്പം നമ്മൾ മീനിനെ മാറ്റാനായിട്ട് പോകുന്നത്. നമ്മൾ പമ്പ് വെച്ചിട്ട് വെള്ളം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയം എടുക്കുക, എന്താണെന്നറിയില്ല, കുറച്ച് നേരം എടുക്കുമായിരിക്കും. കുറേ വെള്ളമുണ്ട് ഇനിയും തീരാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് മീനെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. അതായിട്ട് ഇവിടെ ഇപ്പം മഴ ചാറുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് എങ്ങനെയും വെള്ളം നമുക്ക് എടുത്ത് കളയണം. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ട് ഇപ്പം പകുതിയോളമായി വെള്ളം. പക്ഷെ ചെറുതായിട്ട് മഴ ചാറാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തീർത്തിട്ട് വേണം ഇതിനകത്തെ മീനെയൊക്കെ ഒന്ന് കാണാൻ. വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളർ ചേഞ്ച് ഉണ്ട്. ബിക്കോസ് നേരത്തെ എന്ന് വെച്ചാൽ നമ്മളൊരു എയറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു അക്വാപോണിക്സ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ മാറ്റി, അതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നത്. നമുക്കിനി നോക്കാം. മീനെ കാണാനുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. നോക്കാം, ഇപ്പം വരുമായിരിക്കും. തവളയൊക്കെ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും ഇതിനകത്ത്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സബ്മർസിബിൾ പമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് 60 വാട്ടിനാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൈപ്പ് ഒരു 1/2 ഇഞ്ച് കാണും. 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വയറിങ്ങിനൊക്കെ ഉപയോഗിക്കത്തില്ല 1/2 ഇഞ്ചിൻ്റെ പൈപ്പ്, ആ പൈപ്പാണ്. അതിപ്പം ഇതിനകത്ത് ഫിറ്റ് ആവുകയും ചെയ്യും നമ്മുടെ ആ മോട്ടറിൽ. സോ അതാണിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ മഴ ചതിക്കുമെന്ന് തോന്നുന്നു. മഴ പിന്നെയും പെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, സീ ദ ഫിഷസ്. നോക്കൂ, കണ്ടോ, മീനെ കാണാം. ചെറുതായിട്ട് വെള്ളം ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്ക് ആരാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്? ആഹാ, കുഞ്ഞി മീനുകൾ. ഇനി നമുക്കിനി മാറ്റേണ്ടതുണ്ട്. എല്ലാം അങ്ങ് താഴത്ത് തട്ടി കിടക്കുമായിരുന്നേ. നമ്മൾ മേളത്തെ നമ്മൾ നോക്കിയപ്പോൾ ഒന്നിനെയും കണ്ടില്ല. എല്ലാം പമ്മി അങ്ങ് ഇരിക്കുമായിരുന്നു. ഇത് കണ്ടോ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് ഇവിടെ നമ്മളൊരു സ്റ്റെപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ. കണ്ടോ, ഇതൊരു സ്റ്റെപ്പാണ്. പിന്നാണ് താഴോട്ട് ഇറങ്ങാനായിട്ടുള്ളത് നമ്മൾ ചെയ്തിരുന്നത് കുളത്തിൻ്റെ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം കൂടെ കാണാം. ഇവിടെ നമ്മൾ സെൻട്രൽ പോർഷനിൽ കുറച്ച് ആഴം കൂടുതലാണ്. ഇപ്പം വെള്ളം അത്രയ്ക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും പറ്റിപ്പോയാൽ നടുക്കത്തെ ഭാഗത്ത് കിടക്കും. ആ രീതിയിലാണ് ഇത് ചെയ്തിരുന്നത്. നമുക്ക് മീൻ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റേ ഒരു ടാങ്ക് ഉണ്ട്, അതിലേക്ക് മാറ്റണം. നോക്കൂ ഗൈസ്, മീൻ പെട്ടെന്ന് നമുക്ക് ഇനി അതിനെടുത്ത് വേറൊരു ജാറിലേക്ക് മാറ്റാം. നോക്കൂ, നമ്മൾ ഇതിലേക്ക് അതിനെ ഇപ്പം മാറ്റിയിട്ടുണ്ട്. താന്നു പോയി ഗൈസ്, ഇതിനകത്ത് ഇറങ്ങി. അടുത്തതിനെ കാണാൻ നോക്കൂ. നമുക്കിനി ഇതിനെയും കൊണ്ട് മാറ്റി വെക്കാം. ഇതിന് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം വെള്ളത്തിന് താഴോട്ടങ്ങത് പോകും. അതിൻ്റെ pH ലെവൽ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുങ്ങൾ ചത്തുപോകും. അതുകൊണ്ട് നമ്മൾ ആ പഴയ വെള്ളത്തിൽ തന്നെ ഇപ്പം അതിനെ ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ മീൻ നോക്കൂ. ഇതെങ്ങനെയാണ് ഈ നമ്മൾ ചെയ്തിരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു പടുത ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പടുതാക്കുളമാണിത്.
പടുതായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ചാക്കിൽ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മണ്ണ് നിറച്ച് ഇങ്ങനെ അടുക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് കണ്ടോ, ഇതായിരുന്നു ഇതിൻ്റെ കണ്ടീഷൻ. ലൈക്ക് ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഒരിച്ചിരി വെള്ളം പോലും ലൈക്ക് പുറത്ത് പോകത്തില്ലായിരുന്നു. ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇതിൽ നിന്നുണ്ടാകത്തില്ലായിരുന്നു. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. ഇത് 200 GSത്തിൻ്റെ പടുതയാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ അടി വേറെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഒരു തെങ്ങിൻ്റെ വേര്, എനിക്ക് തോന്നുന്നത് ഈ നിൽക്കുന്നത് തെങ്ങായിരിക്കാം, മേ ബി അതിൻ്റെ ഒരു വേര് ഇതിനകത്ത് ഉണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം വേറെ ഒരു പ്രശ്നങ്ങളും പടുതാക്കുളത്തിലില്ല. ഏകദേശം ഇപ്പം 6 വർഷത്തിൽ കൂടുതലായതാണ് ഈ കുളം. എന്നിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഈ സ്ഥലപരിമിതി കാരണം ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പം ഇതിനെ ഇപ്പം മാറ്റിയത്. കാരണം ഇതുപോലൊരു കുളം നിങ്ങൾക്കും ലൈക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ എന്തുവാ ചെയ്യുന്നത്, നമ്മൾ കട്ട കെട്ടി വാർത്ത് ആ രീതിയിലാണ്. ഇതിപ്പോൾ ഒരു നാച്ചുറൽ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പടുതാക്കുളം ആകുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്തൂടെ അക്വാപോണിക്സും ചെയ്യാം. വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ആ രീതിയിൽ ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇടയ്ക്ക് വെള്ളം ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. എയറേറ്റർ വെക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. അതേ ഉള്ളൂ. ബാക്കി ഒക്കെ കുഴപ്പമില്ല. ഇവിടെ പിന്നെ നാച്ചുറലായിട്ടുള്ള വെള്ളവും ലൈക്ക് മഴ പെയ്യുന്ന സമയത്ത് വീഴും. അപ്പോഴും നല്ലതായിട്ട് തന്നെ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ടാങ്ക് ക്ലീനാക്കി എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമെല്ലാം പറ്റിച്ച് അതിനകത്തുനിന്ന് മീനെ എല്ലായിടത്തും നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഈ 2 ജാറുകളിലേക്ക് മാറ്റിയിട്ടേക്കുകയാണ്. നമുക്ക് വെള്ളം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ഇതുങ്ങൾ ചത്തുപോവും. അതുകൊണ്ട് നമ്മളല്ലാണ്ട് ഇപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇട്ടേക്കുകയാണ്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ ടാങ്ക് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നിങ്ങൾ മേളിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ശരി, ഇനി പുതിയ വീഡിയോയിൽ കാണും വരേക്കും ബായ്.